ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യുന്ന വ്യക്തികളാണ്. സോ നമുക്ക് ഒരു മൊബൈൽ ഫോൺ വേണം, അല്ലാതെ നമുക്കൊരു ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാം ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ ചിലപ്പം ഉണ്ടായിക്കൊള്ളില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാസം മാസം അടച്ചുകൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആമസോണിൻ്റെ ഒരു ഫെസിലിറ്റിയാണ് ആമസോൺ പേ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഈ ആമസോൺ പേ ലെറ്റർ ലഭിക്കുവാനായിട്ട് നമുക്ക് എലിജിബിൾ ആകുന്നത് ആകെ 21 വയസ്സായി കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ആമസോൺ പേ ലെറ്റർ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ എടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. സോ ഓക്കെ, പിന്നെ ഒരു ആധാർ കാർഡും പാൻ കാർഡും മസ്റ്റാണ് അത് എടുക്കാനായിട്ട്. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു EMI വെച്ച് എടുക്കുന്ന സമയത്ത് ആമസോൺ പേ ലെറ്റർ വെച്ച് എടുക്കുമ്പോൾ കോസ്റ്റ് ആയിട്ടും നോ കോസ്റ്റ് ആയിട്ടും വരും. കോസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് വരുന്നത്, കോസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് വരുന്നതാണ്. നോ കോസ്റ്റ് എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് വരാതെ നമുക്ക് ആ ഒരു എമൗണ്ട് തന്നെ അടച്ചു തീർത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മന്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ആമസോൺ ഈ പേ ലെറ്ററിൻ്റെ EMI വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു മൊബൈൽ ഫോൺ വാങ്ങാം എന്നുള്ള ആ ഒരു വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ ID നൽകുന്നതിന് മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആമസോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് നൽകുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുത്ത് OTP എടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആമസോൺ പേ എന്ന അത് മെയിൻ വിൻഡോയിൽ ആമസോൺ പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് വരാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ആമസോൺ പേ ലെറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ സൈൻ അപ്പ് ഇൻ 16 സെക്കൻഡ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലോഡിങ് വരുന്നതായിരിക്കും. സോ ഒന്ന് വേണം നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ഇതുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എൻ്റെ ഡീറ്റെയിൽസ് ആസ് പെർ പാൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിലുള്ള ആ ഒരു നെയിമും പാൻ കാർഡ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വെരിഫൈയിങ് ഡീറ്റെയിൽസ് ആണ്. സോ പ്രോസസ്സിംഗ് എന്ന് കാണാൻ സാധിക്കും. കുറച്ചേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അവിടെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ KYC പ്രിഫറൻസിനായിട്ട് ഒരു OTP വരുന്നതായിരിക്കും നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട്. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് ചെയ്യുക. ഓക്കെ, ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ ഒരു ആധാർ കാർഡ് നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മുടെ പ്രൊഫൈലും അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റും ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് 25,000 രൂപ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇനി കൂട്ടാൻ പറ്റും. ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് 1 lakh 2 lakhിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ആമസോൺ പേ ലെറ്റർ വഴി പർച്ചേസ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടി തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ട്രസ്റ്റഡ് ആണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ ഒരു ലിമിറ്റ് നമുക്ക് ഇൻക്രീസ് ആക്കി തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആമസോൺ പേ ലെറ്ററിൽ ഒരു അക്കൗണ്ട്, അതായത് ആമസോൺ പേ ലെറ്റർ 21 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ആമസോൺ പേയിൽ നിന്ന് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആമസോൺ പേ ലെറ്ററിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് 25,000 രൂപ നമുക്ക് അവൈലബിൾ ക്രെഡിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒന്നും ഇതുമായിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആമസോൺ പേ ബാലൻസ്, തൊട്ടപ്പുറത്ത് ആമസോൺ പേ ലെറ്റർ, അവിടെ നമുക്ക് 25,000 രൂപയോളം നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ആമസോൺ പേ ലെറ്റർ മണി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ EMI വെച്ച് ഒരു മൊബൈൽ ഫോൺ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത വീഡിയോ. സോ ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക.
പിന്നെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. സോ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ. പിന്നെ എല്ലാ മാസവും 5-ാം തീയതിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഓട്ടോ റീപേയ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.